ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശ്വാസത്തിൻ്റെ നിയമം എന്താണ്? വിശ്വാസത്തിൻ്റെ നിയമം, എല്ലാത്തിനും ഈ ലോകത്ത് നിയമങ്ങളുണ്ടല്ലേ. നമ്മുടെ വിശ്വാസത്തിനും ചില നിയമങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തിൽ പ്രചാരത്തിലുള്ള എല്ലാ മതങ്ങളും വിവിധ തരത്തിലുള്ള വിശ്വാസ സംഹിതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ വിശ്വാസങ്ങളാകട്ടെ പലതരത്തിലാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ നിയമം വിശ്വാസമാണ്. നിങ്ങൾ നിങ്ങളെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയും വിശ്വസിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ നിങ്ങളുടെ ചിന്താരീതികൾ അനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തയാണ് വിശ്വാസം. ഏതെങ്കിലും ചടങ്ങിലോ ആചാരത്തിലോ രൂപത്തിലോ സ്ഥാപനത്തിലോ മനുഷ്യരിലോ പദ്ധതിയിലോ ഉള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ബൈബിൾ വിവരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസം എന്ന ആശയത്തെക്കുറിച്ച് തന്നെയാണ് ഓരോ മതഗ്രന്ഥവും പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം. നിന്നാൽ കഴിയുമെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നതോ ഹാനികരമോ ആയ എന്തിലെങ്കിലും വിശ്വസിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല, മറിച്ച് അതിൽ നിങ്ങൾക്കുള്ള വിശ്വാസം അഥവാ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ദോഷകരമായി വരുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ, പ്രവൃത്തികൾ, ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനവും അവയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളുമാണ്. ഇനി എങ്ങനെയാണ് പ്രാർത്ഥനാ ചികിത്സ നടത്തുന്നത്? അതിൻ്റെ തത്വം എന്താണ്? മനസ്സിൻ്റെ ബോധതലവും ഉപബോധതലവും ഒരു പ്രത്യേക ഉദ്ദേശം മുൻനിർത്തി ഐക്യത്തോടെയും വിവേകത്തോടെയും പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പ്രാർത്ഥനാ ചികിത്സ സാധ്യമാകുന്നത്. ശാസ്ത്രീയ പ്രാർത്ഥന അഥവാ പ്രാർത്ഥനാ ചികിത്സയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് എന്തിനാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. സൗഖ്യത്തിൻ്റെ നിയമത്തിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കണം. പ്രാർത്ഥനാ ചികിത്സ മാനസിക ശുശ്രൂഷ എന്ന പേരിലും ശാസ്ത്രീയ പ്രാർത്ഥന എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രാർത്ഥനാ ചികിത്സയിൽ ഏർപ്പെടുന്നതിൻ്റെ ആദ്യപടിയായി നിങ്ങളൊരു പ്രത്യേക ആശയത്തെയോ രൂപത്തെയോ നടന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയെയോ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നു. ഈ ആശയമോ രൂപമോ യാഥാർത്ഥ്യത്തിൽ അനുഭവത്തിൽ വന്നതായി സങ്കല്പിക്കുക വഴി അവ ഉപബോധ മനസ്സിലേക്ക് പകരാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നു. മനസ്സിൻ്റെ ഈ നിലപാടിനോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തുന്നിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. കൃത്യമായ ഒരു ലക്ഷ്യത്തിനായുള്ള മനസ്സിൻ്റെ കൃത്യമായ പ്രവർത്തനമാണ് പ്രാർത്ഥനാ ചികിത്സ. സപ്പോസ് നിങ്ങളെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടിന് പ്രാർത്ഥനാ ചികിത്സ വഴി പരിഹാരം കാണാമെന്ന് തീരുമാനിച്ചെന്നിരിക്കട്ടെ. നിങ്ങളെ അലട്ടുന്ന പ്രശ്നമോ അസുഖമോ എന്തുമായിക്കൊള്ളട്ടെ, അതിന് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ചിന്തകളാണെന്നും ഈ ചിന്തകളെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി നിങ്ങൾ സ്വന്തം ഉപബോധ മനസ്സിൻ്റെ സൗഖ്യദായക ശക്തിയെ സമീപിക്കുകയും ഏത് പ്രതികൂല അവസ്ഥയെയും സൗഖ്യപ്പെടുത്താനുള്ള അതിൻ്റെ അതിരില്ലാത്ത ശക്തിയെയും വിവേകത്തെയും കഴിവിനെയും പറ്റി സ്വയം ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. ഈ സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭയങ്ങൾ അലിഞ്ഞില്ലാതെയാകും. തെറ്റായ വിശ്വാസങ്ങൾ തിരുത്തപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കാൻ പോകുന്ന ആരോഗ്യ സൗഖ്യത്തിനു നന്ദി പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നതുവരെയുള്ള ഇടവേളകളിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് പ്രതികൂല ചിന്തകൾക്ക് മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുകയും സൗഖ്യം ലഭിക്കാതിരിക്കുമോ എന്ന സംശയം ഒരു നിമിഷത്തേക്ക് പോലും മനസ്സിൽ വളർത്താതിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഇത്തരം മനോഭാവം ബോധമനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന് കാരണമാകുകയും അതുവഴി സൗഖ്യദായക ശക്തി പ്രവർത്തിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ഇനി വിശ്വാസം
കൊണ്ടുള്ള സൗഖ്യം, അതിൻ്റെ അർത്ഥം എന്താണ്? അന്ധമായ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാലോ? ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും ഇടപെടലുകളും കുറിച്ചുള്ള അറിവ് എന്ന അർത്ഥത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്ന ആശയമല്ല വിശ്വാസം കൊണ്ടുള്ള സൗഖ്യമെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. മനുഷ്യന് സൗഖ്യം പകരുന്ന ശക്തികളെക്കുറിച്ചോ സ്വാധീനങ്ങളെക്കുറിച്ചോ ശാസ്ത്രീയമായ ധാരണകൾ ഒന്നുമില്ലാതെയാണ് വിശ്വാസ ചികിത്സകൻ ചികിത്സ നടത്തുന്നത്. രോഗസൗഖ്യം പകരാനുള്ള സവിശേഷമായൊരു സിദ്ധി തനിക്കുണ്ടെന്നും രോഗിക്ക് തന്നിലും തൻ്റെ ശക്തികളിലുമുള്ള പൂർണ്ണ വിശ്വാസം ഫലം ചെയ്യുമെന്നും അയാൾ അവകാശപ്പെട്ടേക്കാം. ദക്ഷിണാഫ്രിക്കയിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള വൂഡു ഡോക്ടർമാർ, അതായത് മന്ത്രവാദികൾ, മന്ത്രോച്ചാരണങ്ങളിലൂടെ രോഗസൗഖ്യം വരുത്തിയേക്കാം. അല്ലെങ്കിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ തൊടുന്നതിലൂടെ ആളുകൾക്ക് രോഗസൗഖ്യം ഉണ്ടായേക്കാം. ഇത്തരത്തിൽ രോഗികൾക്ക് വിശ്വാസം ജനിപ്പിക്കുന്ന ഏതൊരു മാർഗത്തിലൂടെയും പ്രക്രിയയിലൂടെയും രോഗസൗഖ്യം ഉണ്ടായേക്കാം. നിങ്ങളുടെ ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും വിശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കും നയിക്കുന്ന ഏതു മാർഗത്തിലൂടെയും രോഗസൗഖ്യം ഉണ്ടാകുന്നതാണ്. താൻ നിർദ്ദേശിക്കുന്ന മാർഗം പിന്തുടർന്നാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നും അതിനാൽ അതാണ് ശരിയായ മാർഗമെന്നും അവകാശപ്പെടുന്ന നിരവധി വ്യക്തികളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ അവകാശവാദങ്ങളെല്ലാം ശരിയാകുക എന്നത് സാധ്യമല്ല. അന്ധമായ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സ്വിസ് ഭിഷുങ്കരനായ ഫ്രാൻസ് ആൻറ്റോൺ മെസ്മറിനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. രോഗാതുരമായ ശരീരങ്ങളിൽ കൃത്രിമ കാന്തങ്ങൾ ഉപയോഗിച്ച് ഉഴിയുന്നത് വഴി ഒട്ടേറെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്ന് 1776 അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം ഈ സിദ്ധാന്തം ഉപേക്ഷിക്കുകയും ജീവകാന്തിക ശക്തി എന്ന ആശയം വികസിപ്പിക്കുകയും ചെയ്തു. ജീവകാന്തിക ശക്തി പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവാഹമാണെന്നും അത് മനുഷ്യനിലാണ് ഏറ്റവും അധികം സജീവമായി കുടികൊള്ളുന്നതുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. തന്നിൽ നിന്നും തൻ്റെ രോഗികളിലേക്ക് സഞ്ചരിക്കുന്ന ഈ കാന്തിക പ്രവാഹമാണ് അവർക്ക് രോഗസൗഖ്യം ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അദ്ദേഹത്തെ തേടി രോഗികൾ കൂട്ടമായി എത്തുകയും അവരിൽ പലരും അത്ഭുതകരമായ വിധം രോഗസൗഖ്യം ഉണ്ടാകുകയും ചെയ്തു. മെസ്മർ ഫ്രാൻസിലേക്ക് കുടിയേറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടുത്തെ സർക്കാർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉൾപ്പെടെ അക്കാദമി ഓഫ് സയൻസിലെ ചില അംഗങ്ങളും മറ്റു ചില ഭിഷുങ്കന്മാരും ചേർന്നൊരു സമിതി രൂപീകരിക്കുകയുണ്ടായി. ഈ സമിതിയുടെ റിപ്പോർട്ട് മെസ്മർ നടത്തിയ ചില അവകാശവാദങ്ങൾ ശരിവെച്ചു എങ്കിലും മെസ്മറുടെ കാന്തിക പ്രവാഹ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെയില്ലെന്നും അദ്ദേഹത്തിൻ്റെ രോഗികൾക്ക് അനുഭവപ്പെട്ട രോഗസൗഖ്യം അവരുടെ ഭാവനാശേഷിയുടെ പ്രഭാവം മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അധികം വൈകാതെ മെസ്മർ അജ്ഞാതവാസത്തിലേക്ക് പോകാൻ നിർബന്ധിതനാകുകയും പിന്നീട് 1815 മരണപ്പെടുകയാണ് ഉണ്ടായത്. അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ഡോക്ടർ മെസ്മറുടെ രോഗസൗഖ്യ പ്രവർത്തനങ്ങളിൽ കാന്തിക ശക്തിയുടെ യാതൊരു പ്രഭാവവും ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിച്ചു. നിർദ്ദേശങ്ങളുടെ ശക്തിയാൽ രോഗികളെ ഹിപ്നോട്ടിക് അവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ മെസ്മർ കാന്തിക ശക്തിയുടെ പ്രഭാവമെന്ന് കരുതിയിരുന്ന പല പ്രവർത്തനങ്ങളും ഇത്തരം ഹിപ്നോട്ടിക് അവസ്ഥയിൽ രോഗികളിൽ അനുഭവവേദ്യമാകാനാകുമെന്നും ഡോക്ടർ ബ്രെയ്ഡ് കണ്ടുപിടിച്ചു. രോഗികളുടെ സജീവമായ ഭാവനയ്ക്കൊപ്പം അവരുടെ ഉപബോധ മനസ്സിലേക്ക് പകർന്ന ആരോഗ്യം എന്ന നിർദ്ദേശവും ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് അവർക്ക് രോഗസൗഖ്യം ഉണ്ടായതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. രോഗശമനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ശാസ്ത്രീയ ധാരണകൾ രൂപപ്പെട്ടില്ലാതിരുന്ന അന്നത്തെ കാലത്ത് ഉണ്ടായ ഇത്രയും അനുഭവങ്ങളെ അന്ധമായ വിശ്വാസത്തിൻ്റെ ഫലം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സ് അയാളുടെ തന്നെ ബോധത്തിൻ്റെയും ബോധമനസ്സിൻ്റെയും അതുപോലെ മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങളുടെയും സ്വാധീനത്തിന് ഒരുപോലെ വഴങ്ങുമെന്ന മുൻപ് പരാമർശിച്ച ആശയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സ്വാഭാവികമായും നിങ്ങളുടെ വസ്തുനിഷ്ഠമായ വിശ്വാസം എന്തു തന്നെയായാലും നിങ്ങൾ സജീവമായോ അല്ലാതെയോ വിശ്വാസത്തിൻ്റെ വഴി സ്വീകരിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ നിർദ്ദേശം സ്വീകരിക്കും, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്.
മാനസികമായ സൗഖ്യത്തിനു സഹായകമാകുന്ന വിശ്വാസം തീർത്തും ആത്മനിഷ്ഠമായ വിശ്വാസമാണ്. മനുഷ്യൻ്റെ ബോധമനസ്സ് അഥവാ വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന മനസ്സ് ഉയർത്തുന്ന സജീവമായ പ്രതിരോധങ്ങൾ അവസാനിക്കുമ്പോൾ മാത്രമേ അത്തരം ഒരു വിശ്വാസം ആർജിക്കാനാവുകയുള്ളൂ. ശരീരസൗഖ്യം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ബോധമനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും യോജിപ്പാർന്ന വിശ്വാസം ഉറപ്പാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്നാൽ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കി നിഷ്ക്രിയമായ ഒരു മയക്കത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ ഇത്തരം ഒരു വിശ്വാസമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എത്തുന്ന നിഷ്ക്രിയമായ മാനസികാവസ്ഥയിൽ വ്യക്തിനിഷ്ഠമായ പ്രഭാവങ്ങൾക്ക് നിങ്ങൾ എളുപ്പത്തിൽ വംശവതരാകും. എങ്ങനെയാണ് എനിക്കൊരു പുരോഹിതനാൽ രോഗസൗഖ്യം ഉണ്ടായത്? രോഗം എന്നൊന്നില്ലെന്നും പദാർത്ഥം എന്നത് നിലനിൽക്കുന്നില്ലെന്നുമെല്ലാം ഒരു പുരോഹിതൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ലല്ലോ. ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണിത്. പുരോഹിതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ താൻ പരിഹസിക്കപ്പെടുകയാണെന്ന തോന്നലാണ് ആദ്യം അയാൾക്കുണ്ടായത്. ശുദ്ധ മണ്ടത്തരം എഴുന്നള്ളിക്കപ്പെടുന്നതിൽ തനിക്കുള്ള പ്രതിഷേധം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ സംഭവിച്ചതിന് വളരെ ലളിതമായ ഒരു വിശദീകരണമുണ്ട്. പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തിയ അയാളെ ആ പുരോഹിതൻ സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ ശാന്തനാക്കുകയും ഒന്നും മിണ്ടാതെയും ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെയും നിഷ്ക്രിയമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ പുരോഹിതനും സമാനമായ അവസ്ഥയിൽ പ്രവേശിച്ച ശേഷം ഏകദേശം അരമണിക്കൂറോളം സമയം തൻ്റെ മുന്നിലിരിക്കുന്ന രോഗിയോട് അയാൾക്ക് പൂർണ്ണ ആരോഗ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് സാവധാനം എന്നാൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അതോടെ രോഗിയുടെ പ്രയാസം മാറുകയും അയാൾക്ക് രോഗശാന്തി ഉണ്ടാവുകയും ചെയ്തു. ചികിത്സയുടെ ഭാഗമായി രോഗി നിഷ്ക്രിയാവസ്ഥയിൽ ഇരിക്കവേ അയാളുടെ ആത്മനിഷ്ഠമായ വിശ്വാസം പ്രകടമായതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സമയത്ത് പൂർണ്ണ ആരോഗ്യം എന്ന നിർദ്ദേശം പുരോഹിതൻ രോഗിയുടെ ഉപബോധ മനസ്സിലേക്ക് പകരുകയാണ് ഉണ്ടായത്. ഈ രണ്ട് വ്യക്തികളുടെയും ഉപബോധ മനസ്സുകൾ തമ്മിൽ കൃത്യമായ ആശയ സംവേദനം നടന്നുവെന്ന് സാരം. ചികിത്സകൻ്റെ കഴിവിനെക്കുറിച്ചും ചികിത്സാ പദ്ധതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും രോഗിയുടെ ബോധ മനസ്സിൽ ഉയർന്ന വിമർശനാത്മകമായ ആത്മനിർദ്ദേശങ്ങളൊന്നും തന്നെ ആ പുരോഹിതനെ തളർത്തിയില്ലെന്നു കാണാം. രോഗി എത്തിച്ചേർന്ന മയക്കത്തിൻ്റെ തലത്തിൽ ബോധമനസ്സിൻ്റെ പ്രതിരോധം ഗണ്യമായി കുറയുകയും അതിൻ്റെ ഫലമായി ചികിത്സ വിജയിക്കുകയും ചെയ്തു. രോഗിയുടെ ഉപബോധ മനസ്സ് നിർദ്ദേശങ്ങളിലൂടെ നിയന്ത്രിച്ചാണ് പുരോഹിതൻ തൻ്റെ ചികിത്സ നിർവഹിച്ചത്. അപ്പോൾ ഇവിടെ ശക്തി എന്തിനാണുള്ളത്? നമ്മുടെ ഉപബോധത്തിനാണുള്ളത്. ഏറ്റവും കൂടുതൽ പവർ എവിടെയാണുള്ളത്? ഉപബോധ മനസ്സിന്. ഉപബോധ മനസ്സിന് ദൈവിക പവറാണുള്ളത്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പോകാം. അസാന്നിധ്യത്തിലുള്ള ചികിത്സ അതെങ്ങനെയാണ് ചെയ്യുക? ഒരാളുടെ സാന്നിധ്യമില്ലാതെ അയാളെ എങ്ങനെയാണ് സൗഖ്യപ്പെടുത്തുക? നോക്കാം. ലോസ് ഏഞ്ചലസിൽ താമസിക്കുന്ന നിങ്ങൾ ന്യൂയോർക്കിൽ താമസിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന വിവരം അറിയുകയാണെന്ന് കരുതുക. അമ്മ നിങ്ങളുടെ അടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുവൻ്റെ ഉള്ളിൽ പുലരുന്ന സ്വർഗീയ പിതാവാണ് കർമ്മം ചെയ്യുന്നത്. നിങ്ങളെ സേവിക്കുന്ന മനസ്സിൻ്റെ സൃഷ്ടിതത്വമാണ് നിങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്. അത് സ്വയമേവ നിങ്ങളോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആരോഗ്യമെന്ന തിരിച്ചറിവ് ഉണർത്താനും നിങ്ങളുടെ മനോനില ശാന്തമാക്കാനുമാണ് ചികിത്സ ഉപകരിക്കുന്നത്. സർഗാത്മകമായ മനസ്സ് എന്നത് ഒരു തുടർച്ചയായതിനാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ഈ തിരിച്ചറിവ് നിങ്ങളുടെ അമ്മയുടെ ഉപബോധ മനസ്സിലും പ്രവർത്തിക്കും. ആരോഗ്യം, ഓജസ്, പൂർണ്ണത എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ പ്രാപഞ്ചികമായ ആത്മനിഷ്ഠ മനസ്സിലൂടെ പ്രവഹിച്ച് ജീവൻ്റെ വ്യക്തിനിഷ്ഠമായ തലത്തിൽ പ്രവർത്തനം തുടങ്ങുകയും അമ്മയുടെ ശരീരത്തിൽ രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സെന്ന സങ്കല്പത്തിൽ സമയത്തിനോ സ്ഥലത്തിനോ യാതൊരു പ്രസക്തിയില്ല. നിങ്ങളുടെ അമ്മ എവിടെയും ആയിക്കൊള്ളട്ടെ, അവരിൽ കർമ്മനിരതനാകുന്ന മനസ്സ് ഒന്നാണ്. മനസ്സ് പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നൊരു തുടർച്ചയാണ് എന്നതിനാൽ തന്നെ സാന്നിധ്യത്തിൽ തന്നെയുള്ള ചികിത്സയെന്നോ അസാന്നിധ്യത്തിൽ തന്നെയുള്ള ചികിത്സയെന്നോ വേർതിരിവ് അർത്ഥമില്ല. നിങ്ങളുടെ ചിന്തകൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കാനോ മറ്റുള്ളവരിലേക്ക് പകരാനോ സാധ്യമല്ല. ചികിത്സ എന്നത് നിങ്ങളുടെ ചിന്തകളുടെ
ബോധപൂർവമായ സഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം, സൗഖ്യം, സമാധാനം എന്നീ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുമ്പോൾ അവ നിങ്ങളുടെ അമ്മയുടെ ശരീരത്തിൽ അനുഭവവേദ്യമാവുകയും ചികിത്സയുടെ ഫലം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അസാന്നിധ്യത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഫലിക്കുന്നത്. രോഗിയുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ചികിത്സയുടെ ഒരു ഉത്തമ ഉദാഹരണം ഇതാണ്. ഈയിടെ റേഡിയോ പരിപാടിയുടെ ശ്രേതാവായ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൊറോണറി ത്രോംബോസിസ് എന്ന രോഗത്താൽ കഷ്ടപ്പെടുന്ന ന്യൂയോർക്കിലെ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ അമ്മ താമസിക്കുന്ന ഇടത്തു തന്നെ സൗഖ്യദായക ശക്തിയുടെ സാന്നിധ്യമുണ്ട്. തിരശ്ശീലയിൽ തെളിയുന്ന ജീവസുറ്റ നിഴലുകൾ പോലെ എൻ്റെ അമ്മയുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ് അവരുടെ ശാരീരിക സ്ഥിതി. പ്രൊജക്ടറിലെ റീലുകളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ തിരശ്ശീലയിൽ തെളിയുന്ന രൂപങ്ങൾക്ക് മാറ്റമുണ്ടാകൂ എന്ന ബോധ്യം എനിക്കുണ്ട്. എൻ്റെ മനസ്സാകുന്ന റീലിൽ ആരോഗ്യം, പൂർണ്ണത, സമാധാനം എന്നീ സങ്കല്പങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആലേഖനം ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ ശരീരത്തെയും അതിലുള്ള അവയവങ്ങളെയും സൃഷ്ടിച്ച അതിരില്ലാത്ത ആ സൗഖ്യദായക ശക്തി അവരുടെ ശരീരത്തിലെ ഓരോ അണുവിലും ഇപ്പോൾ നിറയുകയാണ്. അവരുടെ ശരീരത്തിലെ ഓരോ കോശത്തിലൂടെയും സമാധാനം പ്രവഹിക്കുകയാണ്. ദൈവികമായ പ്രചോദനം ലഭിച്ചിട്ടുള്ളവരാണ് ഡോക്ടർമാർ എന്നതിനാൽ എൻ്റെ അമ്മയെ ചികിത്സിക്കുന്നവർ ശരിയായ നടപടികൾ തന്നെ സ്വീകരിക്കും. രോഗമെന്ന അവസ്ഥ ആത്യന്തികമായി യാഥാർത്ഥ്യമല്ലെന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു രോഗിയും സുഖപ്പെടുമായിരുന്നില്ല എന്നും എനിക്കറിയാം. സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അനന്ത സാധ്യതകളുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഞാൻ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ സൗഖ്യവും സമാധാനവും ആരോഗ്യവും കളിയാടുന്നുവെന്ന് അറിയുകയും ഇതിനാൽ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന അവർ ദിവസത്തിൽ പലതവണ ആവർത്തിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മയുടെ ചികിത്സ കുറഞ്ഞു വന്നു. അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ ആ സ്ത്രീക്കുണ്ടായ വിശ്വാസത്തെ ആ ഡോക്ടർ പ്രശംസിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞ സംഭവത്തിൽ രോഗിയുടെ മകളുടെ മനസ്സിലുണ്ടായ തിരിച്ചറിവ് ജീവിതത്തിൻ്റെ ആത്മനിഷ്ഠ തലത്തിൽ മനസ്സിൻ്റെ സർഗാത്മക ശക്തിയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ രോഗിയുടെ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യവും സമാധാനവുമായി പ്രകടമാകുകയാണ് ഉണ്ടായത്. തൻ്റെ അമ്മയെപ്പറ്റി ആ മകൾ സത്യമെന്ന് വിശ്വസിച്ചത് തിരിച്ച് അമ്മയുടെ ശരീരത്തിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചത് ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ്, വിശ്വാസത്തിൻ്റെ ശക്തി.